ഹേ ഗായ്സ്, നമ്മളിപ്പോൾ ഇതാ ആക്ച്വലി ഒരു ടെസ്റ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബുർജ് അൽ അറബിലേക്കാണ്. ലോകത്തിലെ ലക്ഷറിസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലാണ് ബുർജ് അൽ അറബ്. യെസ്, നമ്മളങ്ങനെ ബുർജ് അൽ അറബിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഉള്ളിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണം. ഫൈനലി നമ്മൾ ബുർജ് അൽ അറബിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 250 ദിർഹംസ് ആണ് ഒരാൾക്ക് വരുന്നത്. നമുക്ക് 90 മിനിറ്റ് കംപ്ലീറ്റ് കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരു പെർമിറ്റാണ് ഇത്. അങ്ങനെ ജുമേറ ഹോട്ടലിൽ വരുന്നത്. വി ആർ ഗോയിങ് ടു വിസിറ്റ് ദ വേൾഡ് ലക്ഷറിസ്റ്റ് ഹോട്ടൽ ബുർജ് അൽ അറബ്. നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ ബുർജ് അൽ അറബിലേക്ക് പോകാൻ പോകട്ടോ. ഉള്ളിലേക്ക് വെറൈറ്റി വഴികളൊക്കെ കാണാം. Thank you for joining us on the Inside Burj Al Arab tour. We are a famous landmark and taking you on a journey which few have gone on before. Construction. At the end of this track, as Burj Al Arab comes into view, you will notice it is set slightly offshore on a man-made. ബുർജ് അൽ അറബിന്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു 7-star ഹോട്ടൽ എന്നറിയപ്പെടുന്ന ബുർജ് അൽ അറബ്. അപ്പോൾ അതിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ കയറി പോവാണ്. ദുബായിയുടെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഈ ഒരു സൈഡ് ബീച്ചുണ്ട്. ഇവിടെ ഏറ്റവും നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു ഹോട്ടൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റിയൽ എസ്റ്റേറ്റിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഇതാണ്. ഈ ഒരു സൈഡിലും ഒരുപാട് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു തവണ ദുബായിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തവണ ദുബായിൽ വന്നിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണ് ബുർജ് അൽ അറബ്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് കയറിയിട്ട് ഒരുപാട് കാണാണ്ട് കണ്ടിട്ട് വീട് കാണാം. So is Ferrari, everything is here, brother. Rolls Royce kadang-kadang. നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത് VIPസിന് മാത്രമുള്ള ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി ഇറങ്ങിയിട്ടുള്ള സോ അങ്ങനെ ബുർജ് അൽ അറബ് ഇൻസൈഡിലേക്ക് എൻട്രി ആണ്. ഓപ്പൺ വെൽക്കം ഡ്രിങ്ക്. ബുർജ് അൽ അറബിൻ്റെ ഒരു ഫ്ലോർ, ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ളത്. ഐ തിങ്ക് ഒരു ലോകമായിട്ടാ ഒരു വെറൈറ്റി വിഷ്വൽ കാണിച്ചിട്ടെ. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വിഷയം. ഇതാണ് ദുബായിയുടെ ബുർജ് അൽ അറബിൻ്റെ ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ. നമുക്ക് ദുബായ് ഇങ്ങനെ ഒരു ഒറ്റക്കിടക്കയിൽ കാണാം. സോ ബുർജ് ഖലീഫ പോലെ തന്നെയാണ്, പക്ഷേ ബുർജ് ഖലീഫ വേറൊരു സൈഡിലാണ്. നമുക്ക് അവിടെ കാണാൻ പറ്റും ബുർജ് ഖലീഫ, പക്ഷേ ഇത് വേറൊരു സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ. സോ ഇവിടെ ഒരുപാട് നമ്മുടെ രാജാക്കന്മാരുടെ ഡ്രസ്സൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ലക്ഷറി ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് ഉപയോഗിച്ച് ഡ്രസ്സുകൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ലക്ഷറി ഏരിയ വരുന്നത് കേട്ടോ. ഇവിടെ സ്റ്റെപ്സ് കണ്ടില്ലേ? ഒരു ബുർജ് അൽ അറബിൻ്റെ ഡമ്മി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാം ഒരു ഡിഫറെൻറ്റ് കളർ തീമും ഒരു ഗോൾഡൻ കളർ തീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് കണ്ടത്, കണ്ടില്ലേ? എല്ലാം ഒരു ഗോൾഡൻ തീം. ഷോക്കടിച്ച് നമുക്കിതുപോലെ ബുർജ് അൽ അറബിൻ്റെ മുകളിലെ വ്യൂ ഇതുപോലെ കാണാൻ പറ്റും.
കമോൺ, ഇത് സ്റ്റെയർ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. റെഡ് ബുൾ ഉണ്ട്, എന്തോ ഡാവിഡ് 2000. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് മെഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ദുബായിട്ട്. രസകരമായിട്ടുള്ള വേറൊരു സംഭവം കാണിച്ചു തരാം. ഇവിടുത്തെ ഡൈനിങ് ടേബിളും സെറ്റപ്പൊക്കെ കണ്ടല്ലേ. ഇവിടെ അക്വേറിയം ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ആണ്. Okay, brother. The royal suite it will cost you $54,000 per night. And in this suite, most of the celebrities, heads of state, they chosen to stay here. So you will see now. ഓക്കെ, സോ ലക്ഷറിയസ്ഡ് ആയിട്ടുള്ള വേറൊരു സ്പോട്ടിലേക്കാണ്. Please come in with expecting you. Good afternoon. Good afternoon. Alright, so gentlemen, this is the original setup of the royal suite, and here nothing changed from 25 years. We have 7 rooms for you to explore them. Take your pictures, your videos as you wish. We have just one request, that we cannot sit on the furniture, right? Okay. Very good. So we'll start first here, after upstairs, and we will do the tour in this room. So now let's see. സെലിബ്രിറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ ബുർജ് അൽ അറബിൽ റൂം എടുത്തിട്ട് താമസിക്കുന്ന റൂംസാണിത്. Right, so as you see here, the color of the room, it's red. Here we are representing the element of fire. These walls, it's covered by silk. The carpets, it's handmade in Kashmir. This is a Japanese screen from the 19th century, which is almost 200 years. And inside the TV room, we have a golden TV. Take your videos, and once you finish... ഇതൊക്കെ ഫുള്ളി ലക്ഷറി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഒരു കളർ തീമൊക്കെ ഒരു ഡിഫറെൻറ്റ് കളർ തീമാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ നമുക്ക് ഭയങ്കര രസമാണ്. അതിൻ്റെ നമ്മൾ അടുത്തൊരു ബെഡ്റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കറങ്ങുന്ന ബെഡ്. അടുത്തൊരു വാഷ്റൂമാണ്. ഇതൊരു രാജാവിൻ്റെ വാഷ്റൂമാണ്. ഇതിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള യൂറോപ്യൻ ക്ലോസറ്റ് കാണാം കേട്ടോ. മാക്സിമം ഒട്ടുമിക്ക പോർഷൻസിലും ഇവർ ഗോൾഡാണ് ഒരു തീമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര കളർ തീമാണ്, നല്ല ലൈറ്റിങ്. എന്താ അമേസിങ്. ആ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഓട്ടോമാറ്റിക് അതുണ്ടാ. നമ്മൾ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിറക്കും. ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്യുന്ന യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വാഷ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണത്തിൻ്റെ കത്തിയാണ്, സ്വർണത്തിൻ്റെ കത്തി. ഹാൻഡ് ഒരു ഡൈനിങ് സെറ്റപ്പ്. ഇതൊരു ഓഫീസ് സ്പേസാണ്. അങ്ങനെ നമ്മുടെ ബുർജ് അൽ അറബിൻ്റെ കംപ്ലീറ്റ് ഇൻസൈഡ് ടൂർ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് കംപ്ലീറ്റ് ജസ്റ്റ് അവിടെയുള്ള ലക്ഷറിയസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. 259 ദിറംസാണ് അവിടുത്തെ ചാർജ് വരുന്നത്. സോ നിങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യാം.